സ്വപ്നല്ല വാസുട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുട്ടം നോക്കി. പ്രൊമോഷൻ ആയിട്ടാ നിങ്ങൾ വന്നേന്ന് പറഞ്ഞു. അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നത് എന്തെങ്കിലും വിരോധം? സന്തോഷമല്ലേ, എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ വഴി നിവിൻ ചേട്ടന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസിന്റെ ഡീറ്റെയിൽസ് രണ്ടുപേരും കൂടെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാ അല്ലേ? ഒന്ന് പറഞ്ഞേ, എന്തൊരു കഥ? മലയാളി ഫ്രം ഇന്ത്യ കഥ ഞാൻ ഇപ്പൊ പറയടാ. മറ്റേ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ കാണുന്ന ഞാൻ കഥ എനിക്ക് പറഞ്ഞു. ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ ഞാൻ എന്തിനു ചോദിക്കണ്ട, 36 ദിവസം എന്ന് പറഞ്ഞ 136 ദിവസം ഷൂട്ട് ചെയ്യിപ്പിച്ച സംവിധായകനാണ് എന്റെ അടുത്തിരിക്കുന്നത്. ഒരു കയ്യബദ്ധം എനിക്കൊന്നും നമ്മുടെ സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ കറക്റ്റ് ആണ്. ഒരു ഫൺ പടം കൂടാതെ അതെ ഫീൽ ഗുഡ്, പക്ഷെ എന്നാൽ അതിലൊരു നല്ലൊരു കഥയുള്ള നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിലെ ഏത് കാലഘട്ടം തന്നെ ശരിക്കും സെയിം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. ഗംഭീര വിഗ് തന്നിരുന്നു. അമേരിക്കയിൽ ഓസ്കാർ കിട്ടിയ ഒരു പുള്ളി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തൊരു വിഗ് ഉണ്ടോ? ഇത് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോളിന്റെ പൂരമായിരിക്കില്ലേ? ഇല്ല ഇല്ല ചേട്ടാ, ക്യാരക്ടറിന് വേണ്ടിയിട്ട് എല്ലാ സിനിമയിലും മുടി ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്, ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുന്നു. ഇതിലൊരുപാട് ശകലകലാവല്ലഭൻ. ഇത് ശരിക്കും ഇവിടെ നടക്കുന്ന സ്റ്റോറി കേരളത്തിൽ തന്നെയാണോ? ഇപ്പൊ ഈ സിനിമയുടെ പേര് കണ്ടിട്ട് ആൾക്കാർക്ക് ചിലപ്പോ കൺഫ്യൂഷൻ വന്നു വരാം. ഒരു മലയാളി ഫ്രം ഇന്ത്യ അല്ല, ഇത് എവിടെ നടക്കുന്ന സ്റ്റോറി? കേരളത്തിലാണോ അബ്രോഡാണോ? ഏതാ? പഞ്ചാബിൽ നടക്കണ പോലെ എനിക്ക് തോന്നിയ. നീ കൃഷ്ണ സോങ് കണ്ടിരുന്നോ? ഇല്ല. ഇല്ലേ? സത്യം പറയണ, വണ്ടി ഞാൻ ഈ സിനിമയുടെ കാര്യത്തില് കുറച്ചിതാ. പക്ഷെ നീ കണ്ട എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നീ മെയ് 1 പടം കാണാൻ ഉറപ്പായിട്ടുണ്ടാവും. എങ്ങനെ എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.